ഞാനിപ്പോൾ നിൽക്കുന്നത് പാലാ ഭരണങ്ങാനത്തുള്ള അൽഫോൺസമ്മയുടെ വിശുദ്ധ ശവകുടീരം സ്ഥിതി ചെയ്യുന്ന പള്ളി സന്ദർശിക്കുവാൻ എത്തിയപ്പോൾ പള്ളിക്ക് മുമ്പിലുള്ള അൽഫോൺസമ്മയുടെ ചെറിയ കപ്പേളയ്ക്ക് മുമ്പിലാണ്. ഈ കപ്പേള മുമ്പിൽ നിന്നും താഴോട്ടിറങ്ങി പള്ളിയിലേക്ക് ഞാൻ നടക്കുകയാണ്. കേരളത്തിലെ ആദ്യത്തെ വിശുദ്ധ എന്ന് പറയുന്ന സിസ്റ്റർ അൽഫോൺസമ്മയുടെ കബറിടം സന്ദർശിക്കണം. അതോടൊപ്പം അവരുടെ മ്യൂസിയം ഇവിടെ സ്ഥിതി ചെയ്യുന്നുണ്ട്. ഇത് സെൻറ്റ് മേരീസ് ചർച്ചാണ്. ഈ പള്ളി കഴിഞ്ഞ് മുന്നോട്ട് പോകുമ്പോഴാണ് അൽഫോൺസമ്മയുടെ കബറിടം സ്ഥിതി ചെയ്യുന്ന ചർച്ച് സ്ഥിതി ചെയ്യുന്നത്. നമുക്ക് അങ്ങോട്ട് പോകാം. 1910 ആഗസ്റ്റ് 19 സിസ്റ്റർ അൽഫോൺസ കുടമാളൂർ എന്ന കൊച്ചു ഗ്രാമത്തിൽ ജനിക്കുന്നത്. കോട്ടയം കുടമാളൂർ എന്ന കൊച്ചു ഗ്രാമത്തിൽ അൽഫോൺസ ജനിച്ചത് 1910 ഓഗസ്റ്റ് 19 മലങ്കര നസ്രാണി കുടുംബത്തിൽ. അന്നക്കുട്ടി മുട്ടത്ത് പാടത്ത് എന്നായിരുന്നു പേര്. മനോഹരമായി പള്ളിയും ചുറ്റും സജ്ജീകരിച്ചിരിക്കുന്നു. പള്ളിക്ക് മുകളിലേക്ക് കടന്നു പോകുവാൻ ഒരു നടപ്പാതയുണ്ട്. സ്റ്റെപ്പുകൾ കയറി വേണം മുകളിലേക്ക് പോകുവാനായിട്ട്. വലിയൊരു തീർത്ഥാടന കേന്ദ്രം കൂടിയാണ് ഇന്നിപ്പോൾ അൽഫോൺസമ്മയുടെ ഈ ശവകുടീരം സ്ഥിതി ചെയ്യുന്ന പള്ളി. അതോടൊപ്പം 2 മ്യൂസിയങ്ങൾ അൽഫോൺസമ്മയുടെ നാമധേയത്തിൽ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. വളരെ സ്പേഷ്യസ് ആയിട്ടുള്ളൊരു കാർ പാർക്കിംഗ് ഏരിയ ഇവിടെയുണ്ട്. കേരളത്തിനകത്തു നിന്നും പുറത്തു നിന്നും വരുന്ന അനേകം ഭക്തജനങ്ങൾ ഓരോ ദിവസവും ഈ ദേവാലയത്തിലേക്ക് അൽഫോൺസമ്മയുടെ മാധ്യസ്ഥം തേടി എത്തുന്ന കാഴ്ചയാണ് നാം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അനേകം ഭക്തരാണ് ഓരോ ദിവസവും ഇവിടെ എത്തിച്ചേരുന്നത്. മലങ്കര നസ്രാണി കുടുംബത്തിൽ ജനിച്ച അന്നക്കുട്ടി അവളുടെ മാമോദീസ 1910 ഓഗസ്റ്റ് 27 നന്നേ ചെറുപ്പത്തിൽ അമ്മയെ നഷ്ടപ്പെട്ട അന്നക്കുട്ടിയെ പിന്നീട് വളർത്തിയത് പേരമ്മയായിരുന്നു. വിദ്യാഭ്യാസത്തിനായി അന്നക്കുട്ടിയെ സഹായിച്ചത് സഹോദര പിതാവായിരുന്നു. 1916 ആർപ്പുക്കര സ്കൂളിൽ വിദ്യാഭ്യാസം തുടങ്ങി. 1917 നവംബർ 27 അവൾ ദിവ്യകാരുണ്യ സ്വീകരണം നടത്തി. 1920 ആർപ്പുക്കരയിലെ വിദ്യാഭ്യാസം അവസാനിപ്പിച്ച് ഇളയമ്മയുടെ മുട്ടുച്ചിറയിലുള്ള ഗ്രാമത്തിലെത്തി. നന്നേ ചെറുപ്പത്തിലെ അന്നക്കുട്ടിയെ മുത്തച്ഛി വിശുദ്ധരുടെ കഥകൾ പറഞ്ഞു കൊടുക്കുമായിരുന്നു. ദൈവികമായ പാട്ടുകൾ പാടി കൊടുക്കുമായിരുന്നു. അങ്ങനെ അവൾ വിശ്വാസത്തിലും പ്രാർത്ഥനയിലും ശ്രദ്ധാലുവായി. ഇതാണ് അൽഫോൺസമ്മയുടെ കബറിടം സ്ഥിതി ചെയ്യുന്നത്. അനേകം വിശുദ്ധരുടെ ഒപ്പം വിശുദ്ധിയിലേക്ക് ഉയർത്തപ്പെട്ട കേരളത്തിലെ ആദ്യത്തെ വിശുദ്ധയാണ് സിസ്റ്റർ അൽഫോൺസമ്മ. അൽഫോൺസമ്മയുടെ ജീവചരിത്രം വലിയൊരു കഥ തന്നെയാണ്. അൽഫോൺസമ്മ ദൈവിക ചൈതന്യത്തിലാണ് വളർന്നത്.
വിവാഹപ്രായമെത്തിയപ്പോൾ സുന്ദരിയായ അന്നയ്ക്ക് പല വിവാഹാലോചനകളും വന്നു. എന്നാൽ അന്നക്കുട്ടിക്ക് ക്രിസ്തുവിൻ്റെ മണവാട്ടിയായി ജീവിക്കാനായിരുന്നു ഇഷ്ടം. ഇതേ കാലയളവിലാണ് ലിസ്റ്റുവിലുള്ള തെരേസ അവൾക്ക് സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ടത്. ഒരു നാൾ അവൾ വിശുദ്ധയാമെന്ന് പ്രവചനം നടത്തി. അന്നക്കുട്ടിക്കും തെരേസയ്ക്കും ഒട്ടേറെ സമാനതകളുണ്ടായിരുന്നു. അന്നക്കുട്ടി എന്ന അൽഫോൺസ തെരേസയെ തൻ്റെ റോൾ മോഡലായി കരുതി. ക്രിസ്തുവിൻ്റെ മണവാട്ടിയാകണമെന്ന മോഹം വിവാഹത്തെ എതിർക്കാൻ കാരണമായി. അങ്ങനെ 1923 അവൾ തൻ്റെ കാലുകൾ ഒരു തീകുണ്ടത്തിൽ വെച്ച് പൊള്ളിച്ച് വിരൂപമാക്കി. അങ്ങനെയെങ്കിലും വീട്ടുകാർ വിവാഹ ബന്ധത്തിൽ നിന്നും മനം മാറണമെന്ന് അവൾ ആഗ്രഹിച്ചു. ഇത് സെൻറ് മേരീസ് ചർച്ചിന് മുമ്പിലുള്ള കൽക്കുരിശാണ്. അവിടെ ആ കൽക്കുരിശിൻ്റെ അടിയിൽ മാതാവിൻ്റെ ഒരു പിയാത്ത രൂപം കരിങ്കല്ലിൽ കൊത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു ഗ്രോട്ടോ കാണാൻ സാധിക്കും. വലതുഭാഗത്തായിട്ട് ഇടതുഭാഗത്ത് ക്രിസ്തുരാജൻ്റെ ഒരു വലിയ പ്രതിമ നമുക്ക് കാണാൻ സാധിക്കും. ഇത് സെൻറ് മേരീസ് സ്കൂളാണ് മുകളിൽ കാണുന്നത്. വലതുഭാഗത്തായിട്ട് സെൻറ് മേരീസ് സ്കൂളും കാണാൻ സാധിക്കും. ക്രിസ്ത്യൻ പള്ളിയോട് ചേർന്ന് സ്കൂളുകൾ സ്ഥാപിക്കുക എന്ന ഒരു ലക്ഷ്യം ചാവറ പിതാവിനാൽ രൂപീകൃതമായതാണ്. ഓരോ ക്രിസ്ത്യൻ പള്ളികൾക്കും സമീപം ഒരു പള്ളിക്കൂടം, അതായത് ഒരു വിദ്യാഭ്യാസ സ്ഥാപനം വേണമെന്ന ആശയം ചാവറ പിതാവിൻ്റേതാണ്. ഇത് സിസ്റ്റർ അൽഫോൺസമ്മയുടെ ഒരു മ്യൂസിയം, ഒരു ഓഡിയോ വിഷ്വൽ ലൈബ്രറി കൂടിയാണ്. ഇവിടെ അൽഫോൺസമ്മയുടെ ഒരു ചെറിയ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ഓഡിയോ വിഷ്വൽ പ്രദർശനവുമുണ്ട്. ഇത് അൽഫോൺസമ്മയുടെ കല്ലറയിൽ വെച്ചിരുന്ന സ്ലാബാണ്. അതുപോലെ തന്നെ അൽഫോൺസമ്മ ഉപയോഗിച്ചിരുന്ന വിസറി, തൻ്റെ സ്വയം വിശദീകരണത്തിന് ഉപയോഗിച്ചിരുന്ന ചാട്ടവാർ, അൽഫോൺസമ്മ ഉപയോഗിച്ചിരുന്ന ഒരു കുരിശിൻ്റെ രൂപമാണ്. അതിൻ്റെ ഒരു ഭാഗം ഇപ്പോൾ നഷ്ടപ്പെട്ടു. അൽഫോൺസമ്മ തൻ്റെ നിത്യവ്രതത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ട് മുട്ടുച്ചിറ മുരുക്കൻ തോമസ് അച്ഛന് സ്വയം തയ്ച്ച് സമർപ്പിച്ച ഒരു തുവാലയാണിത്. ഇത് അൽഫോൺസമ്മ ഉപയോഗിച്ചിരുന്ന കട്ടിലാണ്. ഇതെല്ലാം വളരെ മനോഹരമായിട്ട് സംരക്ഷിച്ച് നിർത്തിയിട്ടുണ്ട്. അൽഫോൺസമ്മയുടെ ജീവചരിത്രവുമായി ബന്ധപ്പെട്ട അനേകം ചിത്രങ്ങൾ ഇവിടെ കാണാം. അൽഫോൺസമ്മയുടെ മുട്ടുച്ചിറയിലുള്ള ഭവനം, അതുപോലെ തന്നെ അൽഫോൺസമ്മയുടെ പിതാവ്, ബന്ധുമിത്രാദികൾ എന്നിവരുടെ ഫോട്ടോകളാണ് ഇവിടെയുള്ളത്. ഇത് അൽഫോൺസമ്മ സന്യാസിയായിട്ട് തിരഞ്ഞെടുത്ത ക്ലാരേറ്റ് മഠമാണ്. അൽഫോൺസമ്മയുടെ ജീവിതവുമായി ബന്ധപ്പെട്ട അനേകം ചിത്രങ്ങളാണ് നാം ഇവിടെ കാണുന്നത്. അൽഫോൺസമ്മയുടെ ഒരു ചിത്രം. അൽഫോൺസമ്മയുടെ മരണനാളിൽ ഫാദർ റൊമളോസിയമ്മായി നടത്തിയ ഒരു പ്രസംഗം, അതൊരു വലിയൊരു ചരിത്ര പ്രസംഗം തന്നെയായിരുന്നു. അന്ന് അദ്ദേഹം പറഞ്ഞു, ഈ മരണപ്പെട്ടു കിടക്കുന്ന ഈ സിസ്റ്റർ വെറും ഒരു സിസ്റ്ററല്ല, ഒരു നാൾ ഇവർ ഒരു വിശുദ്ധയാകും എന്ന് പ്രവചനം നടത്തിയ പിതാവാണ് അദ്ദേഹം. അതുപോലെ തന്നെ സംഭവിക്കുകയും ചെയ്തു എന്നുള്ളത് ഒരു കാലം വരുത്തിയ മാറ്റമാണ്. ഞാൻ അൽഫോൺസമ്മയുടെ മ്യൂസിയത്തിലാണ് ഇപ്പോൾ നടക്കുന്നത്. അവിടെ ധാരാളം ചിത്രങ്ങൾ അൽഫോൺസമ്മയുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണാൻ സാധിക്കും. ശരിക്കും നമ്മൾ ഈ മ്യൂസിയം നടന്നു കാണുക എന്നതിനേക്കാൾ
ഓരോ ചരിത്രവും അവരെക്കുറിച്ചുള്ള ഓരോ സംഭവങ്ങളും നമ്മൾ വായിച്ചുകൊണ്ട് പോവുകയാണെങ്കിൽ അതൊരു പ്രത്യേക അനുഭൂതി തന്നെയായിരിക്കും. കാരണം അവർ ജീവിതത്തിൽ സഹിച്ച യാതനകൾ നാം പറയും. സിസ്റ്ററായിട്ട് ജീവിക്കുമ്പോൾ അവർ എത്രമാത്രം വിശുദ്ധിയിലും ദൈവിക ചൈതന്യത്തിലും കൃപയിലുമാണ് വളർന്നത്. എന്നിട്ടും അവരെ ധാരാളം രോഗങ്ങൾ അലട്ടിയിരുന്നു. യുക്തിവാദികൾ ചോദിക്കുക, ഇത്രയും ദൈവത്തോട് അടുത്ത് നിന്നിട്ട് എന്തുകൊണ്ട് ദൈവം അവർക്ക് ഒരു സൗഖ്യം നൽകിയില്ല? ഇത് അൽഫോൻസമ്മയുടെ വിശദീകരണത്തിന് പാത്രമായ 2 അത്ഭുത സൗഖ്യങ്ങളെ റോം മാർപ്പാപ്പ അംഗീകരിച്ചതാണ്. 2 പേരുടെയും കാലിൻ്റെ അസുഖം ഭേദമായി എന്ന് വൈദ്യശാസ്ത്രം അതൊരു മിറക്കിളാണെന്ന് സമ്മതിക്കുകയും ചെയ്ത അത്ഭുത സാക്ഷ്യമാണ് അൽഫോൻസമ്മയുടെ വിശദീകരണത്തിന് വഴി തെളിച്ചത്. ജീവിച്ചിരിക്കുമ്പോൾ അൽഫോൻസമ്മ നിരവധി രോഗങ്ങളാലും സ്വയം തീർത്ത ഒരു വിശദീകരണത്തിൻ്റെ ഫലമായി അവരുടെ കാലുകൾ വിരൂപമാവുകയും അതേ തുടർന്ന് അവർ അനുഭവിക്കാത്ത വേദനകളും സഹനങ്ങളും ഇല്ല എന്ന് തന്നെ പറയാം. ഇത്രയധികം സഹനങ്ങളിലൂടെ പോയിട്ടുള്ള ഒരു കന്യകാസ്ത്രീ അൽഫോൻസമ്മ മാത്രമായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അനേകം ചിത്രങ്ങളാണ് അൽഫോൻസമ്മയുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് ഇവിടെ കാണാൻ സാധിക്കുക. ഇത് അൽഫോൻസമ്മയുടെ വിശുദ്ധ പദപ്രഖ്യാപനം റോമിൽ മാർപ്പാപ്പ നടത്തിയതാണ്. അൽഫോൻസമ്മ പഠിച്ച FCC കോൺഗ്രിഗേഷൻ്റെ കേരളത്തിലുള്ള സ്ഥാപനങ്ങളുടെ പേരുകളാണ് ഇവിടെ എഴുതി വച്ചിട്ടുള്ളത്. അന്നക്കുട്ടി വിവാഹ അഭ്യർത്ഥന തിരസ്കരിക്കുവാൻ വേണ്ടി സ്വയം തൻ്റെ കാലുകളെ ഒരു തീക്കുണ്ടത്തിൽ വെച്ച് പൊള്ളിച്ച് വിരൂപമാക്കിയെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ. അതേ തുടർന്ന് വീട്ടുകാർ അവരുടെ ചിന്തകൾ മാറ്റി അവളുടെ ആഗ്രഹത്തിന് സന്യാസിനി മഠത്തിൽ ചേരുവാൻ അവർ തത്വത്തിൽ തീരുമാനിക്കുകയായിരുന്നു. അങ്ങനെ അന്നക്കുട്ടി ഫ്രാൻസിസ്കൻ ക്ലാരിസ്റ്റ് കോൺഗ്രിഗേഷനിൽ ചേർന്നു. അവിടെ വെച്ച് പഠനം തുടരാൻ തീരുമാനിച്ചു. ഭവനത്തിൽ നിന്ന് ഭരണങ്ങാനത്തെത്തിയ അൽഫോൻസ ക്ലാരിസ്റ്റ് കോൺവെൻറ്റിൽ 1927 ഒരു പെന്തക്കോസ്ത ഞായറാഴ്ച താമസം ആരംഭിച്ചു. 1928 ഓഗസ്റ്റ് 2 അവൾ കന്യാവ്രത വാഗ്ദാനം നടത്തി അൽഫോൻസ എന്ന നാമം സ്വീകരിക്കുകയാണ് ഉണ്ടായത്. 1929 മെയ് മാസത്തിൽ അൽഫോൻസ വാഴപ്പള്ളിയിലുള്ള മലയാളം സ്കൂളിൽ അധ്യാപികയായി ചേർന്നു. 1930 അൽഫോൻസമ്മയുടെ വളർത്തമ്മ മരണപ്പെട്ടു. വാഗക്കാടുള്ള സ്കൂളിൽ ടെമ്പററി അധ്യാപികയായി ജോലി ചെയ്യവേ ചങ്ങനാശ്ശേരിയിൽ അൽഫോൻസ വിദ്യാഭ്യാസം തുടരുകയും ചെയ്തു. 1930 മെയ് 19 ഭരണങ്ങാനത്തുള്ള കോൺവെൻറ്റിൽ നൊവിഷ്യേറ്റ് ആയി ചേർന്നു. 1931 ഓഗസ്റ്റ് 11 അവളുടെ പ്രഥമ വ്രതവാഗ്ദാനം നടത്തി. 1935 കാലഘട്ടത്തിൽ അൽഫോൻസ ശാരീരികമായ രോഗങ്ങളാൽ പീഡിക്കപ്പെട്ടു. 1936 ഓഗസ്റ്റ് 12 അവൾ കർത്താവിൻ്റെ മണവാട്ടിയായി. 2 ദിവസത്തിന് ശേഷം ചങ്ങനാശ്ശേരിയിൽ നിന്നും ഭരണങ്ങാനത്തെത്തി അവൾ സെൻറ്റ് ഗേൾസ് അൽഫോൻസ ഹൈസ്കൂളിൽ ടീച്ചറായി എത്തി. എന്നാൽ വിടാതെ പിന്തുടർന്ന രോഗങ്ങൾ അവരുടെ അധ്യാപനം അവസാനിപ്പിച്ചു. ക്ലാരിസ്റ്റ് സിസ്റ്ററായി കഴിഞ്ഞ അവളുടെ ജീവിതത്തിൻ്റെ സിംഹഭാഗവും രോഗത്താൽ വലഞ്ഞു. 1936 ഡിസംബർ
ചാവറ കുര്യാക്കോസ് അച്ഛൻ അവൾക്ക് പ്രത്യക്ഷപ്പെട്ട് രോഗസൗഖ്യം നൽകി. എന്നാൽ 1939 ജൂൺ 14 അവർക്ക് ന്യൂമോണിയ പിടിപെട്ടു. 1940 ഒക്ടോബർ 18 അർദ്ധരാത്രി ഒരു കള്ളൻ അൽഫോൺസമ്മയുടെ മുറിയിൽ പ്രവേശിച്ചു. ഈ സംഭവത്തോടെ അൽഫോൺസമ്മയ്ക്ക് അംനേഷ്യ എന്ന രോഗം പിടിപെടുകയും അതേ തുടർന്ന് അവൾ പൂർണ്ണമായി രോഗിയായി തീർന്നു. 1941 സെപ്റ്റംബർ 29 അൽഫോൺസമ്മയ്ക്ക് ഓർമ്മശക്തി തിരിച്ചു കിട്ടി. എന്നാൽ രോഗം അവളെ വിട്ടൊഴിഞ്ഞില്ല. 1945 ജൂലൈയിൽ അൽഫോൺസമ്മയ്ക്ക് ഗ്യാസ്ട്രോ എൻട്രിറ്റിസ് എന്ന രോഗം പിടിപെട്ടു. നിരവധി രോഗങ്ങൾക്കൊടുവിൽ 1946 ജൂലൈ 28 അൽഫോൺസമ്മ ഇഹലോകവാസം വെടിയുമ്പോൾ അവർക്ക് 35 വയസ്സ് മാത്രമേ പ്രായമുണ്ടായിരുന്നുള്ളൂ. അൽഫോൺസി ഭരണങ്ങാനത്തുള്ള സെന്റ് മേരീസ് കാത്തലിക് ചർച്ചിൽ അടക്കം ചെയ്തു. മരണാനന്തരം പല അത്ഭുതങ്ങളും അൽഫോൺസമ്മയുടെ കബറിടത്തിൽ പ്രാർത്ഥിക്കുന്ന അവർ പഠിപ്പിച്ചിരുന്ന സ്കൂൾ കുട്ടികൾക്ക് ഉണ്ടാവുകയും 1953 ഡിസംബർ 2 കർദിനാൾ യൂജിൻ ടിസരസ് അൽഫോൺസമ്മയുടെ വാഴ്ത്തപ്പെടുന്ന നാമകരണത്തിനുള്ള മുൻകൈയെടുത്തു. അങ്ങനെ അവൾ വാഴ്ത്തപ്പെട്ട അൽഫോൺസമ്മയായി. 1985 ജൂലൈ 9 പോൾ രണ്ടാമൻ അൽഫോൺസമ്മയുടെ പേരിലുള്ള അത്ഭുതങ്ങൾ ശേഖരിക്കുകയും അവരെ വിശുദ്ധയായി പ്രഖ്യാപനം നടത്തുകയും ചെയ്തു. നൂറുകണക്കിന് അത്ഭുതങ്ങൾ അൽഫോൺസമ്മയുടെ പേരിൽ നടക്കുകയുണ്ടായി. അതിൽ 2 എണ്ണം കാലുകൾക്ക് ലഭിച്ച സൗഖ്യങ്ങളായിരുന്നു. അൽഫോൺസമ്മയുടെ ജീവിതകാലത്ത് അവൾ കാലുകൾ വികലങ്കയായി ജീവിച്ചെങ്കിലും അവളോടുള്ള മധ്യസ്ഥം വഴി മറ്റുള്ളവർക്ക് ലഭിച്ച സൗഖ്യം ദൈവികമാണെന്ന് വിലയിരുത്തപ്പെട്ടു. തൻ്റെ സ്വന്തം വേദനകളും രോഗങ്ങളും അവ സന്തോഷത്തോടെ സ്വീകരിച്ച അൽഫോൺസമ്മ പറഞ്ഞത്, ഇത് ഞാൻ ക്രിസ്തുവിന് വേണ്ടി സമർപ്പിക്കുന്നു എന്നാണ്. ഒരു സഹനങ്ങൾ ഉണ്ടാകുമ്പോൾ, ജീവിതത്തിൽ രോഗങ്ങൾ ഉണ്ടാകുമ്പോൾ, ദുരിതങ്ങൾ ഉണ്ടാകുമ്പോൾ നാം ദൈവത്തിൽ നിന്നും ഓടി മാറുകയാണ് പതിവ്. എന്നാൽ അതിന് വിപരീതമായി അൽഫോൺസമ്മ അവ ദൈവത്തിലേക്ക് സ്നേഹപൂർവ്വം സമർപ്പിക്കുകയാണ് ചെയ്തത്. ഇത് അൽഫോൺസമ്മ താമസിച്ചിരുന്ന മഠത്തിലെ ഒരു മുറിയാണ്. ഈ മുറിയിൽ വെച്ചാണ് അൽഫോൺസമ്മ മരണമടയുന്നത്. അതിൻ്റെ ഒരു രൂപമാണ് ഇപ്പോൾ ഇവിടെ നമുക്ക് കാണാനാവുക. ഒരു കൊച്ചുമുറി. ഈ മുറിയിൽ വെച്ചാണ് അൽഫോൺസമ്മയ്ക്ക് ചാവറ പിതാവ് പ്രത്യക്ഷപ്പെട്ട് രോഗസൗഖ്യം നൽകിയത്. ഇത് അൽഫോൺസമ്മയെ അടക്കിയിരുന്ന സിമൻ്റ് കല്ലറയുടെ സ്ലാബാണ്. ഇവയെല്ലാം പൂജ്യമായിട്ട് ഇവിടെ ഈ മഠം വക മ്യൂസിയത്തിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ജീവിതത്തിൻ്റെ സിംഹഭാഗവും വേദനയും രോഗവും നൽകി ദൈവം അവളെ വിശുദ്ധിയാക്കുവാൻ സ്ഫുടം ചെയ്തെടുക്കുകയായിരുന്നു എന്ന് പറയുന്നതായിരിക്കും ശരി. സഹനത്തിലൂടെ വിശുദ്ധയായി തീർന്ന അൽഫോൺസമ്മ വലിയൊരു മ്യൂസിയമാണ് അൽഫോൺസമ്മയുടെ നാമധേയത്തിൽ ഇവിടെ നമുക്ക് കാണാനാവുക. അൽഫോൺസമ്മ ജനിച്ച കൊടുമാളൂരിലുള്ള മുട്ടത്ത് വീട്ടിലും ഇതേപോലെ വലിയൊരു മ്യൂസിയം ഇപ്പോൾ ഈ സഭ സ്ഥാപിച്ചിട്ടുണ്ട്. അൽഫോൺസമ്മയുടെ ജീവിതവുമായി ബന്ധപ്പെട്ട അനേകം ചിത്രങ്ങൾ, ജീവിതവുമായി ബന്ധപ്പെട്ട ഉപയോഗിച്ചിരുന്ന അനേകം വസ്തുക്കൾ എന്നിവയെല്ലാം അവിടെ മ്യൂസിയത്തിൽ പ്രദർശിപ്പിച്ചു വെച്ചിട്ടുണ്ട്. ഇത് അൽഫോൺസമ്മയുടെ പേരമ്മയും അൽഫോൺസമ്മയെ വളർത്തുവാൻ പരിശ്രമിച്ചിട്ടുള്ള ബന്ധുക്കളുടെയും ഫോട്ടോകളാണ്. ഇത് കുടമാളൂരിലുള്ള അൽഫോൺസമ്മയുടെ വീടും അവിടെയുള്ള
സ്കൂള് തുടങ്ങിയവയുടെ ചിത്രങ്ങളാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുക. ഈ മ്യൂസിയം വിസ്തരിച്ച് കാണേണ്ട ഒന്ന് തന്നെയാണ്. വെറുതെ ഓടിച്ച് കണ്ടാൽ ഒന്നും നമുക്ക് മനസ്സിലാവുകയില്ല. പക്ഷേ നമ്മുടെ വീഡിയോ വളരെ ലെങ്തിയായി പോകും എന്നതിനാൽ എനിക്ക് എളുപ്പം ഇവ കാണിക്കേണ്ടതുണ്ട്. ഇത് അൽഫോൻസമ്മയുടെ കുടമാളൂരിലുള്ള വീടിൻ്റെ ചില ചിത്രങ്ങളാണ് നാം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവർ പഠിച്ച സ്കൂൾ, അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട അനേകം സിസ്റ്റർമാരുടെ ഫോട്ടോകൾ, അൽഫോൻസമ്മ കാല് പൊള്ളിക്കാൻ ഉപയോഗിച്ച വീടിനോട് ചേർന്നുള്ള ചാരക്കുഴിയാണ് ഇപ്പോൾ ഈ പടത്തിൽ കാണുന്നത്. പഴയ കാലത്തുള്ള ഒരു തൊട്ടിൽ. അൽഫോൻസമ്മയുടെ ജീവിതവുമായി ബന്ധപ്പെട്ട അനേകം ചിത്രങ്ങളാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുക. ഇത് അൽഫോൻസമ്മ ഉപയോഗിച്ചിരുന്ന സാധനങ്ങളാണ്. പാത്രങ്ങൾ, പൗഡർ ടിന്ന്, മരുന്നുകൾ, അതുപോലെ തന്നെ ഗ്ലാസ്, പ്ലേറ്റ്, മരുന്ന് കുപ്പികൾ, അങ്ങനെ അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട അനേകം സാധനങ്ങളുടെ ഒരു വലിയ ശേഖരം തന്നെ നമുക്കിവിടെ കാണാൻ സാധിക്കും. അൽഫോൻസമ്മ എഴുതിയതായിട്ടുള്ള ഒരു കത്താണിത്. പാത്രങ്ങൾ, മൊന്ത, ടേബിൾ ലാമ്പ്, അതായത് മണ്ണെണ്ണ വിളക്ക്, പണ്ടുകാലത്ത് ഉപയോഗിച്ചിരുന്ന ബേസിൻ, കപ്പ്, ചായ, ഗ്ലാസുകൾ തുടങ്ങിയവയെല്ലാം അതേപടി സംരക്ഷിച്ചു വച്ചിരിക്കുന്നു. അൽഫോൻസമ്മ ധ്യാനത്തിനും പ്രാർത്ഥനയ്ക്കും ഉപയോഗിച്ചിരുന്ന മാതാവിൻ്റെ രൂപവും യേശുവിൻ്റെ രൂപവുമാണിത്. കാലം എത്ര ആയിട്ടും അവയെല്ലാം ഈ മഠം ഒരു മ്യൂസിയത്തിന് വേണ്ടി സംരക്ഷിച്ചു വച്ചിരിക്കുന്നു. ഇത് അൽഫോൻസമ്മയുടെ ഉടുപ്പുകളാണ്. അവർ ജീവിച്ചിരുന്നപ്പോൾ ഉപയോഗിച്ചിരുന്ന ഉടുപ്പുകൾ, വെള്ളം സൂക്ഷിച്ചിരുന്ന പാത്രം, പായകൾ, ചൂല് അവർ ഉപയോഗിച്ചിരുന്നതാണ്. ഇവയെല്ലാം പൂജ്യമായിട്ടിപ്പോൾ ഇവിടെ ഈ മ്യൂസിയത്തിൽ സൂക്ഷിച്ചു വച്ചിരിക്കുന്നു. അൽഫോൻസമ്മയുടെ ജീവചരിത്രം വിശദീകരിക്കുന്ന അനേകം ചിത്രങ്ങളാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുക. അവർ ഉപയോഗിച്ചിരുന്ന കട്ടിലുകൾ, മൺപാത്രം, അവരുടെ വീടിൻ്റെ ചുമർ, അൽഫോൻസമ്മ ഉപയോഗിച്ചിരുന്ന കിണർ എന്നിങ്ങനെ ധാരാളം വസ്തുക്കളുടെ ഫോട്ടോകൾ ഇവിടെ പ്രദർശിപ്പിച്ചു വച്ചിരിക്കുന്നു. ഒരു ആർട്ട് മ്യൂസിയം പോലെ ഇവയെല്ലാം നമുക്ക് കാണാൻ സാധിക്കും. ഇത് അൽഫോൻസമ്മയുടെ ഒരു ഹൈന്ദവ സുഹൃത്താണ്. അൽഫോൻസമ്മ ഉപയോഗിച്ചിരുന്ന മുറിയാണ് ക്ലാര മഠത്തിലെ. അത് നമ്മൾ മുൻപ് കണ്ടു കഴിഞ്ഞു. അന്ന് കാലത്ത് ഉപയോഗിച്ചിരുന്ന ആ മുറിയുടെ ആ ഫോട്ടോ ആണ് നമ്മൾ കണ്ടത്. ഇപ്പോൾ ആ മുറി വളരെ ഭംഗിയായിട്ട് സംരക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അൽഫോൻസമ്മയുടെ ജീവിതവുമായി ബന്ധപ്പെട്ട അനേകം സംഭവങ്ങൾ വിവരിക്കുന്ന ഫോട്ടോകളാണ് ഇവയെല്ലാം തന്നെ.
ഇതെല്ലാം വിസ്തരിച്ച് വായിച്ച് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ ആ ജീവചരിത്രം നമുക്ക് മനസ്സിലാവുകയുള്ളൂ എന്നുള്ളതാണ് ഒരു സത്യം. അതിന് കുറഞ്ഞത് 1/2 ദിവസമെങ്കിലും നമുക്ക് ആവശ്യമാണ്. അത്രയും സംഭവബഹുലമായ ചരിത്രങ്ങളുള്ള ഒരു മ്യൂസിയമാണ് നാം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ വീഡിയോ വളരെ നീണ്ടുപോകുമെന്നതിനാൽ എനിക്കത് ഒരു അരമണിക്കൂറിലേക്ക് ചുരുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഞാൻ അല്പം വേഗതയിൽ ഇവയെല്ലാം ചിത്രീകരിച്ചു പോവുകയാണ്. സദയം ക്ഷമിക്കുക. ഒരിക്കലെങ്കിലും നിങ്ങൾ ഈ മ്യൂസിയം, ഈ പള്ളിയും സന്ദർശിക്കേണ്ടത് തന്നെയാണ്. ജാതി മതഭേദമന്യേ അനേകം വിശ്വാസികൾ അൽഫോൻസമ്മയുടെ കബറിടത്തിൽ വന്ന് പ്രാർത്ഥിച്ച് അനേകം രോഗസൗഖ്യങ്ങൾ, അത്ഭുതമായ വിടുതൽ, കാര്യസാധ്യങ്ങൾ എല്ലാം നടക്കുന്നുണ്ട്. ഇവിടെ വരുന്ന വിശ്വാസികളിൽ ഏറെ പങ്കും അന്യമതസ്ഥരാണ് എന്നുള്ളത് അവരോടുള്ള ആ വിശ്വാസത്തിൻ്റെ ഏക തെളിവ് തന്നെയാണ്. ഇത് അൽഫോൻസമ്മയുടെ ഭൗതിക ശരീരം സൂക്ഷിച്ചിരുന്ന മഞ്ചയാണ്. അൽഫോൻസമ്മയുടെ തലമുടി, കല്ലറയിൽ നിന്ന് കിട്ടിയിട്ടുള്ള അനേകം വസ്തുക്കൾ എല്ലാം പൂജ്യമായിട്ട് ഇവിടെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. മഞ്ചയുടെ തടിപ്പെട്ടിയുടെ ചില ഭാഗങ്ങളാണ് ഈ കാണുന്നത്. എല്ലാം തന്നെ കല്ലറയിൽ നിന്നും എടുത്തു വെച്ച തുണികൾ, കല്ലറയുടെ ചില അവശിഷ്ടങ്ങളാണ് കാണുന്നത്. കല്ലറയിൽ നിന്നും കിട്ടിയ പൂച്ചെണ്ടിൻ്റെ ചില ഭാഗങ്ങൾ ഇത്രയും വർഷമായിട്ടും അവ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു. കൊന്തയുടെ ഭാഗങ്ങൾ, ഇതെല്ലാം അൽഫോൻസമ്മയുടെ ശവക്കല്ലറയിൽ നിന്നും കളക്ട് ചെയ്തതാണ്. ഇത് അൽഫോൻസമ്മ ഉപയോഗിച്ചിരുന്ന മേശയും അതുപോലെ മുണ്ടുപെട്ടി, ബെഞ്ച്, കുട, തടിപ്പെട്ടി എന്നിവയെല്ലാം അവരുടെ ജീവിതമായി അഭേദ്യ ബന്ധമുള്ള ചില വസ്തുക്കളാണ് ഇവിടെ കാണാൻ സാധിക്കുക. അൽഫോൻസമ്മ ഉപയോഗിച്ചിരുന്ന വസ്ത്രങ്ങൾ, ഷീറ്റ്, ടവൽ തുടങ്ങിയവയെല്ലാം ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. ഇവയെല്ലാം ഭാവി തലമുറയ്ക്ക് ഒരു വിശേഷപ്പെട്ട ചരിത്രമാണ് സമ്മാനിക്കുക എന്നതിൽ യാതൊരു സംശയമില്ല. ഇതെല്ലാം തന്നെ അൽഫോൻസമ്മ ഉപയോഗിച്ചിരുന്ന വസ്ത്രങ്ങൾ, അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അനേകം വസ്തുക്കളാണ് നാം ഈ മ്യൂസിയത്തിൽ കാണുന്നത്. അവരെക്കുറിച്ച് ധാരാളം പുസ്തകങ്ങൾ പലരും രചിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു ചെറിയ പുസ്തക മ്യൂസിയം ഇവിടെ കാണാൻ സാധിക്കും. കേരളത്തിലെ ഏറ്റവും ആദ്യത്തെ ഒരു കത്തോലിക്ക വിശ്വാസിയും വിശുദ്ധയുമായി തീർന്ന അൽഫോൻസമ്മയുടെ ജീവിത ചരിത്രം അതൊരു വല്ലാത്ത ചരിത്രം തന്നെയാണ്. കുട്ടികൾക്ക് അൽഫോൻസമ്മ കൊടുക്കാൻ സൂക്ഷിച്ചിരുന്ന കാശ് രൂപങ്ങളാണ് ഈ മൺഭരണിയിൽ കാണാൻ സാധിക്കുക. ഇത്തരം രീതിയിൽ ഈ വസ്തുക്കൾ സംരക്ഷിക്കാൻ, മ്യൂസിയമായി സംരക്ഷിക്കുവാനായിട്ട് ഈ മഠം വളരെയധികം പൈസ ചെലവാക്കി സംരക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അൽഫോൻസമ്മ ഉപയോഗിച്ചിരുന്ന ചെരുപ്പ്, തടിപ്പെട്ടി, കുട, കസേര, എന്നിങ്ങനെ ധാരാളം വസ്തുക്കൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. അൽഫോൻസമ്മയുടെ ശവകുടീരത്തിൽ നിന്ന് ലഭിച്ചിട്ടുള്ള കുരിശുകളും റിങ്ങുകളും മറ്റുമാണ് ഇപ്പോൾ നാം കാണുന്നത്. അൽഫോൻസമ്മയുടെ നോട്ട് പുസ്തകങ്ങൾ, ഭൗതികാവശിഷ്ടങ്ങൾ തൊടുവിച്ച തുണികൾ,
ഭൗതികാവശിഷ്ടങ്ങൾ തുടച്ച ബ്രഷ് അവ പോലും പൂജ്യമായിട്ട് ഇവിടെ സംരക്ഷിച്ചു വച്ചിരിക്കുന്നു. ഇത് അൽഫോൻസമ്മയുടെ നല്ലൊരു ഛായാചിത്രം. അതുപോലെ തന്നെ മരത്തിൽ തടിയിൽ കൊത്തിയിട്ടുള്ള അൽഫോൻസമ്മയുടെ ഒരു രൂപമാണിത്. അൽഫോൻസമ്മയുടെ ജീവചരിത്രവുമായി ബന്ധപ്പെട്ട അനേകം ഫോട്ടോകൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇത് അൽഫോൻസമ്മയുടെ കല്ലറ തുറന്ന് ഭൗതികാവശിഷ്ടങ്ങൾ പുറത്തെടുത്തപ്പോഴുള്ള ആ ഒരു ഫോട്ടോയാണ്. ജീവിതത്തിൽ കാലുകൾക്ക് അംഗവൈകല്യം സംഭവിച്ച് ജീവിക്കേണ്ടി വന്ന അൽഫോൻസമ്മയുടെ മരണാനന്തരം അവർ ദൈവത്തിൻ്റെ ചൈതന്യത്തിൽ വിശുദ്ധിയായി തീർന്നപ്പോൾ ലഭിച്ച സൗഖ്യങ്ങൾ കാലുകളുടെ അംഗവൈകല്യം തീർന്ന സൗഖ്യങ്ങളായിരുന്നു എന്നുള്ളത് വലിയൊരു അത്ഭുതമായിട്ട് അവശേഷിക്കുകയാണ്. ഇത് അൽഫോൻസമ്മയുടെ ചില അപൂർവം ഫോട്ടോകളാണ് ഈ ചിത്രത്തിൽ കാണുന്നത്. വളരെ കുറച്ച് ഫോട്ടോകൾ മാത്രമാണ് അൽഫോൻസമ്മയുടെ ജീവിത ചരിത്രമായിട്ട് ഫോട്ടോകളായിട്ട് ലഭ്യമായിട്ടുള്ളൂ. അതിൽ 2-3 ഫോട്ടോകളാണ് ഇപ്പോൾ നാം കാണുന്നത്. മരണവേളയിൽ എടുത്ത ഫോട്ടോ, സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എടുത്ത ഒരു ഫോട്ടോ, അങ്ങനെ 3-4 ഫോട്ടോകളാണ് അവരുടെ ജീവചരിത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഫോട്ടോകളായിട്ട് നമുക്ക് ലഭ്യമായിട്ടുള്ളൂ. ഒരു വിശുദ്ധ ജീവിതത്തിൽ അനുഭവിച്ച സഹനങ്ങളും വേദനകളും രോഗങ്ങളും എങ്ങനെ അവളെ സ്ഫുടം ചെയ്ത് ദൈവികത്വത്തിൻ്റെ പര്യായമായ വിശുദ്ധിയാക്കി തീർത്തു എന്നുള്ളതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് അൽഫോൻസമ്മ. ആ ഒരു ചിന്തകൾ എൻ്റെ മനസ്സിൽ കടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ ഈ മ്യൂസിയം കണ്ടുകൊണ്ടിരിക്കുന്നത്. അൽഫോൻസമ്മയുടെ ജീവിത ചരിത്രവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചില കയ്യൊപ്പുകളാണ് നാം ഈ കാണുന്നത്. ഇത് അൽഫോൻസമ്മ പ്രാർത്ഥിക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന ആ മഠത്തിനുള്ളിലുള്ള ഒരു ചാപ്പലാണ്. അൽഫോൻസമ്മയുടെ ഒരു ചെറിയ കപ്പേള ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. സഹനത്തിലൂടെ ജീവിത വിശുദ്ധിയായി തീർന്ന അൽഫോൻസമ്മയുടെ ചരിത്രം അങ്ങനെ ഇവിടെ കണ്ടു കഴിഞ്ഞു. ഇനി ആ ഒരു ഓർമ്മപ്പെടുത്തലിലൂടെ ഞാൻ മ്യൂസിയത്തിന് പുറത്തേക്ക് നടന്നു. മനസ്സിൽ വലിയ ചാരിതാർത്ഥത്തോടെയാണ് ഞാൻ ഇവിടെ നിന്നും മടങ്ങുന്നത്.